കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിരിക്കുന്ന AKG സെന്ററിരിക്കുന്ന തിരുവനന്തപുരം സിറ്റി കോർപ്പറേഷനിലെ കുന്നുകുഴി വാർഡിൽ ഐക്യമുന്നണി വിജയിച്ചിരിക്കുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ CPIയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിരിക്കുന്ന MN സ്മാരക മന്ദിരം ഇരിക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിലെ തമ്പാനൂർ വാർഡിൽ ഐക്യജനാധിപത്യ മുന്നണി വിജയിച്ചിരിക്കുകയാണ്. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഈറ്റിലവും പോറ്റിലവുമായ വിപ്ലവമണ്ണായ പൊന്നപ്ര വയലാറിന്റെ സ്മാരകം ഇരിക്കുന്ന ആലപ്പുഴ നഗരസഭയിലെ ഇരവുകാട് വാർഡ് ഐക്യജനാധിപത്യ മുന്നണി തിരിച്ചു പിടിച്ചിരിക്കുകയാണ്. എന്തിനേറെ പറയുന്നു, ഇന്ത്യ രാജ്യത്ത് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് നേതാവായിട്ടുള്ള സഖാവ് അച്യുതാനന്ദൻ വോട്ട് ചെയ്ത അച്യുതാനന്ദന്റെ സ്വന്തം പഞ്ചായത്തായ പൊന്നപ്ര വടക്ക് പഞ്ചായത്തിലെ 8ാം വാർഡിൽ ഐക്യജനാധിപത്യ മുന്നണി വിജയിച്ചിരിക്കുകയാണ്. ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ അഖിലേന്ത്യ അമരക്കാരനായ സഖാവ് പ്രകാശ് കാരാട്ടിന്റെ സ്വന്തം പഞ്ചായത്തായ പാലക്കാട് ജില്ലയിലെ ഏലപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ പേട്ട വാർഡിനകത്ത് ഐക്യജനാധിപത്യ മുന്നണി സാരഥികൾ വിജയിച്ചിരിക്കുകയാണ്. പാവങ്ങളുടെ പടച്ചെലവെന്ന് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ പാടിപ്പുകഴ്ത്തുന്ന പ്രിയപ്പെട്ട AK ഗോപാലൻ എന്ന സഖാവ് AKGയുടെ ജന്മനാളായ പേരളശ്ശേരി പഞ്ചായത്തിലെ 4ാം വാർഡിനകത്തിന ഐക്യജനാധിപത്യ മുന്നണി വിജയിച്ചിരിക്കുകയാണ്. എല്ലായിടത്തും ഐതിഹാസികമായ വിജയം കൈവരിച്ചിരിക്കുകയാണ്. ഐക്യജനാധിപത്യ മുന്നണിയെ നാടും നഗരവും ഒരു വ്യത്യാസവുമില്ലാതെ വരവേൽക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. പ്രിയപ്പെട്ടവരെ, എനിക്കൊന്ന് മാത്രമാണ് പറയാനുള്ളത്. നമ്മുടെ പോരാട്ടം അവസാനിക്കുന്നില്ല. നമ്മുടെ പോരാട്ടം തുടരുകയാണ്. കഴിഞ്ഞ 4.5 വർഷമായി കേരളം ഭരിച്ച് നമ്മുടെ നാടിന്റെ നടുപൊടിച്ചുകൊണ്ടിരിക്കുന്ന സഖാവ് അച്യുതാനന്ദന്റെ ആ ഭരണസിംഹാസനം പെറുക്കിയെടുത്ത് അറബിക്കടലിലേക്ക് വലിച്ചെറിയുന്നത് വരെ നമുക്ക് വിശ്രമമില്ല. വരും ദിനങ്ങൾ പോരാട്ടത്തിലേക്കാണ്. ആ പോരാട്ടങ്ങളിൽ വർജിത വീരത്തോടെ അണിനിരക്കാൻ ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകന്മാർ ഉണ്ടാകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് പോത്തുകലിനെ പുരോഗതിയുടെ പുതിയ പുഷ്പകവാടങ്ങളിലേക്ക് നയിക്കാൻ നമ്മുടെ പ്രിയപ്പെട്ട സാരഥികൾ നാളെയുടെ നാളുകളിൽ ആവിഷ്കരിക്കുന്ന പദ്ധതികൾ, ആ പദ്ധതികൾ അവർ ധൈര്യപൂർവ്വം ആവിഷ്കരിക്കുമ്പോൾ ഹൃദയപൂർവ്വം അതിനെ ഏറ്റെടുക്കാൻ, അതിനെ സ്വാഗതം ചെയ്യാൻ പോത്തുകൽ നിവാസികൾ ഇവർക്കൊപ്പമല്ല, ഇവരുടെ ഒരുപടി മുമ്പിലുണ്ടാകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ.